നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇപ്പൊ മുല്ലപ്പൂ ഒന്നും മേടിക്കാൻ പറ്റില്ല, ഈവൻ ചില സമയത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ഓപ്ഷനിലേക്ക് പോകും. അങ്ങനെ വരുന്ന ഓപ്ഷനിൽ ഒന്നാമത് നിൽക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ. ഇവിടെ ആകാശത്തൂടെയും ഭൂമിയിൽ കൂടെ ഒക്കെ എന്തൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ. ആകാശത്തൂടെ വിമാനമാണ്, വിമാനം ഇങ്ങനെയൊക്കെ പോകും, എനിക്കറിയത്തില്ല, പോയി. സോ അതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് സൈലന്റ് ആയത്. സോ ഇത് നമുക്ക് ഇപ്പൊ മുല്ലപ്പൂ ഒന്നും കിട്ടുന്നില്ല, ഈ ആന്റി ആയിട്ടും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ നമ്മുടെ പൂ ചാടിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ല, ആണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിലും വളരെയധികം ലഭ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പല കളറുകളുണ്ട്, വേറെ വരുന്ന ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്. ഇത് ഞാൻ പലതിലും ഞാൻ സ്റ്റൈൽ ചെയ്തിരുന്നു. അതിന്റെ കൂടുതൽ സ്റ്റൈലിംഗ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കുന്നതായിരിക്കും. ദെൻ ഇത് റെഡ് ആണ്. ഇതൊക്കെ നമ്മൾ ഏത് ഡ്രസ്സിന്റെ കൂടെയും പോകും കേട്ടോ. ഇത് വൈറ്റ് മുല്ലപ്പൂവിന്റെ ഒരു പാറ്റേണിൽ വരുന്നതാണ്. ഇത് നമ്മുടെ ഒരു കണ്ടോ ഇങ്ങനെ വരും അടുത്ത്. ഇത് എന്താ പാറ്റേൺ എന്ന് ചോദിച്ചാല് ഗോൾഡൻ ആയിട്ടുള്ള പാറ്റേൺ ആണ്. കണ്ടോ, വളരെ നല്ല രസമാണ് ഇത് കാണാൻ. അടിയിൽ ലീഫി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റോസാപ്പൂവിനെ ഉദ്ദേശിച്ച് അവർ ചെയ്തിരിക്കുന്നതാണ്. ചെറിയ ചെറിയ റോസാപ്പൂവിന്റെ ഇടയിൽ ഇതുപോലെ തന്നെ ഗോൾഡൻ ആയിട്ടുള്ള സാധനങ്ങൾ അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാട്ടോ നമ്മൾ അടുത്ത് വരുമ്പോൾ കേട്ടോ, ഇതിങ്ങനെയായിട്ടോ ഇരിക്കുന്നത്. ഇതിങ്ങനെ റാ പോലെ ഇരിക്കും. ഇത് നമുക്ക് ബണ്ണ് കെട്ടിയിട്ട് അതിന് ചുറ്റും വെക്കാം. സ്ലേഡ് വെച്ചോ ഹെയർ പിൻ വെച്ചോ നമുക്കത് അറ്റാച്ച് ചെയ്യാം. ദെൻ ഇത് ഒരുപാട് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് വട്ടം റൗണ്ട് ചെയ്ത് ഫുള്ളാക്കി എടുക്കാം. എല്ലാം അതുപോലെ തന്നെ ഇതും എല്ലാം അങ്ങനെ തന്നെയാണ്. എൻഡ് ടു എൻഡ് ഇങ്ങനെ ഒരു ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ദെൻ നമുക്കത് ചരട് കെട്ടിയിട്ടാണെങ്കിലും നമുക്ക് മുടിക്ക് ചുറ്റും അത് ചെയ്തു വയ്ക്കാം. നമുക്ക് ഫെസ്റ്റിവൽ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾക്ക് ഇത് ആടെയും വളരെയധികം ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വരുന്ന കുറച്ച് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞ ഹെയർ എക്സ്റ്റൻഷൻ അല്ല, ഹെയർ എക്സ്റ്റൻഷൻ വേറെയാണ്. അത് നമുക്ക് മുടി കെട്ടിയിട്ടാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. മുടിക്ക് കട്ടി കൂടുതൽ തോന്നാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതങ്ങനെയല്ല, നമ്മളൊരു ബണ്ണ് കെട്ടി അതാണ് കൂടുതൽ യൂസ് ചെയ്യുക. ബണ്ണ് കെട്ടുമ്പം ഇതിന്റെ ബ്രൗണ്, ഇതിന്റെ ബ്ലോണ്ട് എല്ലാം ലഭ്യമാണ്. ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത്. സോ ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് ഇത് കൊടുത്ത് ഒന്ന് ചെറിയ ഒതുക്കി വെക്കണമെങ്കിൽ ഒതുക്കി വെക്കാം. ഹെയർ പിന്ന് വെച്ചത് ഇങ്ങനെ കെട്ടുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഒന്നുകൂടി ഒരു എടുപ്പും തോന്നും. നമ്മുടെ മുടി ഒന്നുകൂടെ ഒന്ന് ഇറുകിയിരിക്കുകയും ചെയ്യും, ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കുകയും ചെയ്യും, ഒന്നുകൂടി ഒന്ന് ഭംഗിയാവുകയും ചെയ്യും, ക്യൂട്ട് ആവുകയും ചെയ്യും കേട്ടോ. ഇതിന്റെ അകത്തെ എലാസ്റ്റിക് ആണ്. ഇതൊരു കടയിൽ കിട്ടും, ആമസോണിൽ കിട്ടും, മീഷോയിൽ കിട്ടും. പക്ഷെ ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. 90 സംതിങ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പം ഇതിന്റെ വില എങ്ങനെയാണെന്നുള്ളത് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഇതിന്റെ കോഡാണുള്ളത് കേട്ടോ. സോ ഇതൊരു എലാസ്റ്റിക് ആണ്. കണ്ടോ, ഇങ്ങനെ ഒരു ഹെയറി ആയിട്ടൊരു തിങ് ആണ് ഇത്. സോ ഇതാണ് നമുക്ക് ഫെസ്റ്റീവ് ലുക്കിന് വേണ്ടി ഈവൻ നമ്മൾ സീരിയൽസിലൊക്കെ കാണാറുണ്ട് അല്ലേ, ആക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതും ഒഴിച്ചുകൂടാനാവാത്ത, ഈവൻ ഹെയർ കുറവാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്താൽ അത് ഒരു നാച്ചുറൽ ലുക്ക് തന്നെ തരും കേട്ടോ. സോ ഇതാണ് നെക്സ്റ്റ് തിങ്. നമുക്ക് വന്നിട്ട് ഓണത്തിനും ഈവൻ നമുക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കിത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നെക്സ്റ്റ് തിങ് വന്നിട്ട്. ഓക്കെ, മസ്റ്റാർഡ് കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആണേ. മുടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളിത് എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും കേട്ടോ. 100 റേഞ്ച് വരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് ബണ്ണ് വട അങ്ങനെയൊക്കെ പറയും. ഇതിന്റെ എക്സാക്ട് നെയിം താഴെ ഞാൻ കൊടുക്കാം. ഓക്കെ, ഹെയർ എക്സ്റ്റൻഷൻ തന്നെയാണ്, അങ്ങനെ നമുക്കിത് കിട്ടത്തുള്ളൂ. വീഡിയോയിൽ ഇത് മാത്രം, വീഡിയോ ഒരുപാട് നീണ്ടുപോകാതിരിക്കാനാണ് ഞാൻ 2 കാര്യങ്ങൾ മാത്രം ഒതുക്കിയത്. ബാക്കി ഒരുപാട് കാര്യങ്ങളും ഓണത്തിന് ആഡ് ചെയ്യാവുന്ന വളരെ ഹാൻഡി ആയിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ വരുന്നതായിരിക്കും നാളെ. അപ്പം കീപ് വാച്ചിങ് മീ. ബൈ ഫ്രം ഷാലു ബാഗോ സ്റ്റൈൽ. ബൈ.